ദൈവനാമത്തിന് മഹത്വം. ക്രൈസ്റ്റ് ബ്രദേഴ്സ് ചാനലിലൂടെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് ഷിബു എന്നാണ്. ഞാനൊരു യാഥാസ്ഥിതിക ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട ഭവനത്തിൽ തന്നെ ഒരു അമ്പലമുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും തന്നെ, എൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും അമ്മയും എല്ലാവരും തന്നെ ആ അമ്പലത്തിലെ ആരാധനകളിലും പൂജകളിലും കാര്യങ്ങളിലുമൊക്കെ വിശ്വസിച്ച് അത് വളരെ പ്രാഗൽഭ്യത്തോടെ ചെയ്ത് വന്നിരുന്നവരായിരുന്നു. ഞാനും അതൊക്കെ കണ്ടാണ് വളർന്നത്. അങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ എൻ്റെ ഭവനത്തിൽ എല്ലാ ദിവസവും രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ എഴുന്നേറ്റ് നിന്ന് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നാരായണീയവും ജ്ഞാനപ്പാനയും ഒക്കെ ആലപിക്കുന്ന കേട്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ അങ്ങനെ വളരുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മയുടെ അമ്മ ഇങ്ങനെ രാവിലെ രാമനാമം ജപിക്കുന്ന ഞാൻ കേൾക്കാറുണ്ട്. ഈ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരുതി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്ന് തന്നെ കരകയറ്റണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു നരകവാരുതിയാണ്. ഈ നരകവാരുതിക്ക് അപ്പുറം ഇവിടെ നിന്ന് കരകയറിയിട്ട് മറ്റൊരു ലോകമുണ്ടെന്നൊക്കെയുള്ള ചിന്തകൾ എൻ്റെ ഉള്ളിൽ ചെറിയ പ്രായത്തിൽ തന്നെ വീഴുവാനായിട്ട് ഇടയായി. ഞാനങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനായിട്ട് തന്നെ ഹിന്ദു പുരാണങ്ങൾ, മഹാഭാരതവും രാമായണവും ഭാഗവതവും ഒക്കെ ഞാനായിട്ട് തന്നെ വായിച്ച് പഠിക്കാനുമൊക്കെ ഇടയായി. അതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ പോകുമ്പോൾ ഈ ഭൂമിക്കപ്പുറമുള്ള ഒരു ജീവിതമുണ്ടെന്നും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നശ്വരമാണെന്നും ഈ നശ്വരമായ ജീവിതം മറ്റൊരു ലോകത്തിലേക്ക് നമ്മളെ ഒരുക്കുന്നതാണെന്നും ഒക്കെയുള്ള ചിന്തകൾ ഈ ഒരു അമ്പലത്തിലുള്ള ഭക്തിയിലൂടെയും ആ പുരാണ പാരായണങ്ങളിലൂടെയും എൻ്റെ അമ്മാമ്മയും അപ്പൂപ്പനും ഒക്കെ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങളിലൂടെയൊക്കെ എൻ്റെ ഉള്ളിൽ വീണു. ഇതാണ് എൻ്റെ ഉള്ളിലുള്ള ആദ്യത്തെ ദൈവികമായ ചിന്ത. ഈ ഭൂമിയിൽ കാണുന്ന ഒന്നുമല്ല, ഇതിനപ്പുറമുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്, ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനുണ്ട് എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ ചെറിയ പ്രായത്തിൽ തന്നെ വീഴുവാനായിട്ട് ഇടയായി. അതിനെന്നെ സഹായിച്ചത് എൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന ആ അമ്പലവും ആ അമ്പലത്തെ ചുറ്റിപ്പറ്റിയുള്ള ഭക്തി അഭ്യാസങ്ങളും ആ പുരാണ പാരായണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഈ ഭൂമിക്ക് അപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ചും ഒരു നിത്യതയെക്കുറിച്ചുമൊക്കെ, ഒരു നമ്മുടെ ഇവിടെ നിത്യമായിട്ടുള്ളതല്ല, ഇത് നശ്വരമാണ്, അനശ്വരമായ മറ്റൊന്നുണ്ട് എന്നുള്ള ചിന്താഗതി വളരെ ചെറുതിൽ തന്നെ എൻ്റെ ഉള്ളിൽ വീഴുവാനായിട്ട് ഇടയായി. അതേസമയം തന്നെ സഹോദരങ്ങളെ, എൻ്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്. അവിടെ ഞങ്ങളുടെ കുടുംബം വിശേഷിച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. കാരണം എൻ്റെ അമ്മ ഒരു കൈത്തറി തൊഴിലാളിയാണ്. എൻ്റെ അമ്മാവന്മാരും ബാക്കിയുള്ളവരുമൊക്കെ കയർ തൊഴിലാളികളാണ്. അപ്പോൾ ഈ തൊഴിൽപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിയനിലൊക്കെ ചേർന്ന് നിൽക്കുന്നവരാണ്. അങ്ങനെ നമ്മൾ പാരമ്പര്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്, ഒരു യാഥാസ്ഥിതിക ഹിന്ദു ഈഴവ കുടുംബം, അതിലുപരിയായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബം. അങ്ങനെയുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ 1984 അന്ന് ചിറയൻകീഴ് പഞ്ചായത്തിനെ മാത്രമല്ല ആ ചിറയൻകീഴ് താലൂക്കിനെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു കയർ സമരം നമ്മുടെ നാട്ടിൽ നടന്നു. 30 പൈസ കൂലി വർധനവിന് വേണ്ടി കയർ തൊഴിലാളികൾ സമരം ചെയ്യുന്ന ഒരു സമരം നടന്നു. ആ സമരത്തിലെ 1ാം പ്രതി എൻ്റെ മാമനായിരുന്നു, എൻ്റെ അമ്മയുടെ സഹോദരനായിരുന്നു. അദ്ദേഹം വലിയൊരു സഖാവാണ്. എന്നും അദ്ദേഹം സഖാവായിട്ട് തന്നെ തുടരുകയാണ്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് മുതലാളിമാരും തൊഴിലാളികളുമായിട്ട് വലിയൊരു സംഘർഷം ഉണ്ടാവുകയും അത് വലിയ പോലീസ് മർദ്ദനങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ കടന്നുപോയി. സംസ്ഥാനത്താകെ, കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമരമായിരുന്നു ആ കയർ സമരം. ആ കയർ സമരത്തിലെ 1ാം പ്രതിയായിരുന്നു എൻ്റെ മാമൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മാമനും എല്ലാവരുമൊക്കെ ഒളിവിൽ പോകുമ്പോൾ രാത്രിയിൽ നമ്മുടെ വീട്ടിൽ പോലീസ് വരിക, പോലീസ് ഭീകരമായിട്ട് ഞങ്ങളെയൊക്കെ വേട്ടയാടുക, ആ നാട്ടിലുള്ള ആണുങ്ങളായിട്ടുള്ളവരെയൊക്കെ അടിച്ചമർത്തുക, തൊഴിലാളികളെയൊക്കെ അടിച്ചമർത്തുക, കള്ളക്കേസിൽ പ്രതികളാക്കുക, ഇങ്ങനെ വലിയ ഭീകരമായൊരു അന്തരീക്ഷം അവിടെ സംജാതമാകുകയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് EK നയനാർ എൻ്റെ വീട്ടിൽ വന്നതും എൻ്റെ അപ്പൂപ്പനുമായിട്ട് സംസാരിച്ചിരിക്കുന്നതും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ കൗതുകപൂർവ്വമൊക്കെ ചെന്ന് നിന്ന് നോക്കുന്നതൊക്കെ ഞാൻ ഇന്ന് ഓർമ്മിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുനാളിലേ ഉണ്ടായ ഇത്തരം അനുഭവങ്ങൾ എൻ്റെ ഉള്ളിൽ
ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക്, ഞങ്ങളെപ്പോലെയുള്ള തൊഴിലാളികൾക്ക് സംരക്ഷണം തരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളുമാണ് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു. ഇതെന്നെ കുഞ്ഞുനാളിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള ഒരാളാക്കി മാറ്റി. അപ്പോൾ ഈ ഒരു രണ്ട് പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വരുന്നത്. ഒരിടത്ത് യാഥാസ്ഥിതികമായൊരു ഹിന്ദു വിശ്വാസം, അതിൻ്റേതായിട്ടുള്ള വായനയും കാര്യങ്ങളും ആരാധനയും വിശ്വാസ പ്രമാണങ്ങളും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറുഭാഗത്ത് ഞാൻ തൊഴിലാളികളുടെ രക്ഷകരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യം കാണിച്ച് അങ്ങനെ ഞാൻ വളർന്നു വരികയാണ്. വളർന്നു വരുമ്പോൾ എൻ്റെ 10ാം ക്ലാസ്സിന് ശേഷം എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം 10ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നു. എൻ്റെ അച്ഛനെന്ന് പറയുന്നത് UAE ഗൾഫിലെ ഒരു കമ്പനിയിൽ ജോലിയുള്ള ഒരാളായിരുന്നു, നല്ല ശമ്പളമൊക്കെ ഉള്ള ഒരാളായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് വലിയ മദ്യപാനത്തിൻ്റെ അടിമയായിരുന്നു. മദ്യപാനത്തിൻ്റെ അടിമയായതുകൊണ്ട് സാമ്പത്തികമായിട്ടൊന്നും സമ്പാദിക്കാനോ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതാനോ ഒന്നും പറ്റിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല. പഠിത്തം അവിടെ അവസാനിപ്പിക്കുന്നു. പിന്നീട് ഞാൻ പല ജോലികൾക്കായിട്ടൊക്കെ പോകുന്നു. പിതാവ് എൻ്റെ 14 വയസ്സുള്ളപ്പോൾ ഗൾഫിലെ ജോലി വേണ്ട എന്ന് വെച്ചുകൊണ്ട് നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്ന പിതാവ് കുറച്ച് കഴിഞ്ഞപ്പോൾ കടുത്ത ദാരിദ്ര്യത്തിലേക്കും അരക്ഷിതാവസ്ഥയിലുമൊക്കെ ജീവിതം പോയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ട് ബോംബെ പട്ടണത്തിലേക്കെന്ന് പറഞ്ഞ് എൻ്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ തുടങ്ങുന്ന ദിവസം അദ്ദേഹം ട്രെയിനിൽ കയറി പോവുകയാണ്. ഞാനും കൂടി ചെന്നാണ് അദ്ദേഹത്തിനെ ട്രെയിനിൽ കയറ്റി വിടുന്നത്. ഞാനിന്ന് സാക്ഷ്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഈ സമയം വരെയും എൻ്റെ പിതാവിനെ പറ്റി പിന്നീട് യാതൊരു വിവരങ്ങളുമില്ല. ഒരു കത്തോ ഒരു വിവരമോ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ 10ാം ക്ലാസ്സിൽ പരീക്ഷ തുടങ്ങുന്ന ദിവസം അദ്ദേഹം പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ രോഗം വരികയാണ്. ക്യാൻസർ രോഗം വന്നിട്ട് 2 വർഷത്തോളം തിരുവനന്തപുരം RCCയിൽ അമ്മ ചികിത്സയിലായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ ക്യാൻസർ രോഗത്തിന് അടിമയായി മരിക്കുകയാണ്. അതോടുകൂടി എനിക്ക് അച്ഛനും ഇല്ലാതെയായി, അമ്മയും ഇല്ലാതായി. ഞാനും എൻ്റെ 4 വയസ്സിന് ഇളയ പെങ്ങളും മാത്രമാണുള്ളത്. ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതായി. എന്നാൽ മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട്. അമ്മാവന്മാരുണ്ട്, കുഞ്ഞമ്മമാരുണ്ട്, വല്യമ്മമാരുണ്ട്. അങ്ങനെ ഒരു വലിയ കൂട്ടുകുടുംബമാണ്. അതിൻ്റെ ഒരു തണലുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതെയായി. അത് കഴിയുമ്പോൾ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിലേക്ക് അങ്ങ് എടുത്തു ചാടുകയാണ്. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലേക്ക് എടുത്തു ചാടുന്നു. കുറേ കഴിയുമ്പോൾ എനിക്ക് അവിടുത്തെ നേതാവായിട്ട് വളർന്നു വരാനായിട്ട് ഇടയാകുന്നു. ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാം ഒരു അംഗീകാരം എനിക്ക് കിട്ടുന്നു. സഖാവ് എന്ന് എവിടെ തിരിഞ്ഞാലും ഉള്ള വിളിയെ കേൾക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ ഞാനത് സ്വീകരിച്ച് അങ്ങനെ ഒരു സഖാവായിട്ട് വരികയാണ്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായ ചില വായനകളുമൊക്കെ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായ വായനകൾ തുടങ്ങിയപ്പോൾ കാഴ്ചപ്പാടുകൾക്ക് ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ഒരു ഹിന്ദു ആയിട്ട് ജനിച്ചു വളർന്ന് ആ രീതിയിലുള്ള വായനയും ആ രീതിയിലുള്ള ഭക്ത അഭ്യാസങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്കൊരു കാര്യം എൻ്റെ ഉള്ളിലുണ്ട്, ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം എന്താണെന്ന് ഞാൻ ഹിന്ദു പുരാണങ്ങളിലോട്ട് പഠിച്ചു നോക്കുമ്പോൾ സ്വർഗരാജ്യം അതിനകത്ത് പറയുന്നുണ്ട്. ആ സ്വർഗരാജ്യം ഭരിക്കുന്നത് ദേവേന്ദ്രനാണ്. അപ്പോൾ ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്വർഗരാജ്യമെന്ന് പറയുന്നുവെങ്കിലും അവിടെയും മത്സരങ്ങളുണ്ട്, അസൂയയുണ്ട്, ദേഷ്യമുണ്ട്, ശാപങ്ങളുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ അവിടെയുണ്ട്. നർത്തകിമാരുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, ഇതിനെല്ലാത്തിനും വേണ്ടിയുള്ള മത്സരം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബുദ്ധിയിൽ ആലോചിച്ചു, ഇങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് അവിടെയും ഉള്ളതെങ്കിൽ, ഇവിടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ സ്വർഗത്തിലും ഉള്ളതെങ്കിൽ അതിനെ എങ്ങനെ സ്വർഗമെന്ന് വിളിക്കാൻ പറ്റും? അപ്പോൾ എൻ്റെ ചിന്താഗതി ഇങ്ങനെ പോയി. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തെയാണ് സ്വർഗമായിട്ട് പുരാണങ്ങളിലും മതഗ്രന്ഥങ്ങളിലുമൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത സ്വർഗത്തെ കാണിച്ച് ഇവിടെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എല്ലാ മതങ്ങളും എന്നൊരു ചിന്താഗതി എൻ്റെ ഉള്ളിൽ കടന്നുകൂടി. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ സ്വർഗമെന്ന് പറയുന്നത് എന്താണ്? അപ്പോഴാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിസ്റ്റ് വായനയുടെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചുറപ്പിക്കുകയാണ്, സ്വർഗം ഭൂമി തന്നെയാണ്. ആ സ്വർഗമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയുള്ള അവകാശങ്ങളും ഒരുപോലെയുള്ള സ്വത്തുക്കളും ഒരുപോലെയുള്ള ഉപഭോഗങ്ങളും ഒരുപോലെയുള്ള കാര്യങ്ങളെല്ലാം തുല്യമായിട്ട് വീതിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വർഗം എന്നൊന്ന് ഭൂമിയിൽ യാഥാർത്ഥ്യമാകുന്നത്. അപ്പോഴങ്ങനെ ഒരു സ്വർഗം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? അങ്ങനെ ഒരു സ്വർഗം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്കായുള്ള ഏറ്റവും വലിയ ആശയവും ഏറ്റവും വലിയ പ്രായോഗികമായ ശാസ്ത്രവും കമ്മ്യൂണിസമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് വായന, മാക്സിം ഗോർക്കിയുടെ അമ്മയായാലും ചെറുകാടിൻ്റെ ജീവിതപാതയായാലും അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് എൻ്റെ ഉള്ളിലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അങ്ങ് ഉറച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും മനസ്സിനകത്തൊരു സമാധാനമില്ലായ്മയുണ്ട്.
കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരുപാട് ആശയങ്ങളൊക്കെ മനസ്സിനകത്ത് കയറ്റി വെച്ചിരിക്കുന്നെങ്കിൽ ഇതൊന്നും അല്ല. ഇതിനപ്പുറത്ത് ഒരു ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ഒരു സമാധാനമുണ്ട്. ആ ദൈവത്തിനെ കിട്ടുന്നത് വരെ മനസ്സിനകത്തൊരു ശൂന്യതയുണ്ട്. ആ ദൈവത്തിനെ അന്വേഷിക്കാനുള്ളൊരു ത്വര മനസ്സിനകത്തുണ്ട്. ഇതിനിടയിലാണ് എനിക്കൊരു കത്തോലിക്ക സഹോദരൻ, എൻ്റെ കൂടെ പഠിച്ച ഒരു സ്നേഹിതനായ കത്തോലിക്ക സഹോദരൻ ബൈബിൾ തരുന്നത്. ആ ബൈബിൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ അതുവരെ കാണാത്ത ചില കാര്യങ്ങൾ ബൈബിളിനകത്ത് കാണുകയാണ്. നമ്മൾ ഹിന്ദു വേദാന്തങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ, വേദങ്ങൾ വായിക്കുമ്പോൾ, പുരാണങ്ങൾ വായിക്കുമ്പോൾ, അതിൻ്റെ ഉപനിഷത്തുകളിലെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ അവസാനമെത്തുന്നൊരു കാര്യമുണ്ട്. ഈ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്നു, ദുഷ്ടരെ നിഗ്രഹിക്കുന്നു, ശിഷ്ടരെ സംരക്ഷിക്കുന്നു. ദുഷ്ട നിഗ്രഹ ശിഷ്ട രക്ഷക എന്നതാണ് ദൈവത്തിനെ കുറിച്ചുള്ള അതിനകത്തുള്ള കാഴ്ചപ്പാട്. പക്ഷെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാൻ അത്രേ ഭൂമിയിൽ വന്നത്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കത്രേ വൈദ്യനെ കൊണ്ട് ആവശ്യം. എൻ്റെ ചിന്താഗതിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു കാര്യമാണ്. കർത്താവ് പറഞ്ഞ കാര്യം വായിച്ചു നോക്കിയപ്പോൾ എൻ്റെ അതുവരെയുള്ള മതപരമായ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റിമറിക്കുകയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും ശിഷ്ടന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന, ശിഷ്ടന്മാരുടെ ഭാഗത്ത്, നല്ലവരുടെ ഭാഗത്ത് മാത്രം നിന്ന് ചിന്തിക്കുകയും നല്ലവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവസങ്കല്പമായിരുന്നു അന്ന് വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതാ കർത്താവ് പറയുകയാണ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കാൻ വന്നിരിക്കുന്നത്. അതെൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്കായിട്ടിങ്ങനെ വീണു കർത്താവിൻ്റെ ഈ വാക്കുകൾ. അതിനുശേഷം ഞാൻ വീണ്ടും ദൈവജന വായനയും എൻ്റെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളിൽ ഉറച്ചു കിടക്കുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ, ദൈവവചനം ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഇത് രണ്ടും കൂടി ഒരു സംഘർഷം ഉള്ളിൽ നടക്കുകയാണ്. ഈ സംഘർഷം നടന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എല്ലാവരും പറയാറുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ, പഴയ നിയമം പൊരുളും നിഴലും, പുതിയ നിയമം അതിൻ്റെ പൊരുളുമാണെന്നുള്ളത്. എനിക്ക് മനസ്സിലായൊരു സത്യം, പഴയ നിയമം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും, എല്ലാ മതവും പഠിപ്പിക്കുന്ന കാര്യങ്ങളും പുതിയ നിയമത്തിൻ്റെ നിഴലാണ്. ഞാൻ അധികം മതഗ്രന്ഥങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഇസ്ലാമിക പുസ്തകങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ അപൂർവം ചില, അതൊരു കടൽ പോലെ വലുതാണ്, ഒരു കടൽ പോലെ വിശാലമായി കിടക്കുകയാണ് ആ പുസ്തകങ്ങൾ. അതിൽ അപൂർവം ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ, ഹിന്ദുമതം ഉയർത്തിക്കൊണ്ടുവരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴേ കേട്ടുവരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അസത്വമ സദ്ഗമയ, മൃത്യോമ അമൃതംഗമയ. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് എന്നെ ജീവനിലേക്ക് നയിക്കണം. ഇതൊരു പ്രാർത്ഥനയാണ്, ഉപനിഷത്തുകളുടെ സാരാംശമായൊരു പ്രാർത്ഥനയാണ്. ഈ ഉപനിഷത്തുകളെല്ലാം എഴുതിയിട്ടുള്ള മഹർഷിമാർ ഒരു കാലത്ത് രാജാക്കന്മാരാണ്. ഈ രാജാക്കന്മാർ വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുകയും സാമ്രാജ്യങ്ങൾ മുഴുവനും അമ്പലങ്ങൾ സ്ഥാപിക്കുകയും അവിടെയെല്ലാം തന്നെ ആരാധനയും യാഗങ്ങളും മതപരമായ ചടങ്ങുകളും ഒക്കെ നടത്തുകയും എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളുമൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന രാജാക്കന്മാരാണ്. അവരൊരു പ്രായം കഴിയുമ്പോൾ ഇതൊന്നുമല്ല സത്യം, ഇതിനപ്പുറത്ത് മോക്ഷത്തിനായിട്ട് മറ്റൊരു മാർഗമുണ്ടെന്ന് കണ്ടിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിനകത്ത് കയറി തപസ് ചെയ്ത് മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എൻ്റെ ചിന്ത ഇങ്ങനെ പോയി, അങ്ങനെയാണെങ്കിൽ ഈ ആരാധനാലയങ്ങളും അവർ തന്നെ പണിഞ്ഞ ദൈവാലയങ്ങളും അവരുണ്ടാക്കിയ സാമ്രാജ്യങ്ങളൊക്കെ വിട്ട് കാട്ടിനകത്ത് കയറി മറ്റൊരു ദൈവത്തിനെ അന്വേഷിക്കണമെങ്കിൽ, മറ്റൊരു മോക്ഷമാർഗം അന്വേഷിക്കണമെങ്കിൽ ഇതൊന്നുമല്ല സത്യം, ഇതിനപ്പുറത്തൊരു ദൈവിക സത്യമുണ്ടെന്നുള്ളൊരു ചിന്തയാണല്ലോ അവരെ കാടകങ്ങളിലേക്ക് നയിച്ചത്. ആ കാടകങ്ങളിലിരുന്ന് തപസ് ചെയ്യുമ്പോഴാണല്ലോ അവരിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, തമസോമ ജ്യോതിർഗമയ, അസത്വമ സദ്ഗമയ, മൃത്യോമ അമൃതംഗമയ. പക്ഷേ അവിടെ എങ്ങും ആ ഗ്രന്ഥങ്ങളിലൊന്നും അതിൻ്റെ മറുപടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദു പുരാണങ്ങൾ ഈ പുതിയ നിയമത്തിൻ്റെ നിഴലാണ്. ഈ ചോദ്യത്തിൻ്റെ മറുപടി ഹിന്ദു മതഗ്രന്ഥങ്ങളിലെങ്ങും ഇല്ല. പക്ഷെ അതിൻ്റെ മറുപടിയാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് വിളിച്ച് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അസത്വമാ സദ്ഗമയ. ആരെന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുമെന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതിൻ്റെ മറുപടിയാണ് കർത്താവ് പറയുന്നത്, ഞാൻ തന്നെയാകുന്നു സത്യം. മൃത്യോമ അമൃതംഗമയ. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകുമെന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നത്, ഞാൻ തന്നെയാകുന്നു ജീവൻ. തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് ആര് നയിക്കും? എന്നെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായിട്ട് കർത്താവ് പറയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ
എനിക്ക് മനസ്സിലായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലും തുല്യമായിട്ട് പങ്കുവയ്ക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് എവിടെ നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സായുധ വിപ്ലവങ്ങൾ നടന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നടന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങൾ നടപ്പിലായ ഒരു പ്രദേശങ്ങളിൽ നടന്നിട്ടില്ല. ഇതാകപ്പാടെ നടന്നിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായവും 4-ാം അധ്യായവും പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവരൊരുമിച്ചിരുന്ന് അവർക്കുള്ളതെല്ലാം ഒന്നായിട്ട് പൊതുവെന്നെണ്ണി എല്ലാവർക്കും തുല്യമായിട്ട് പങ്കുവെച്ചു. അതിൻ്റെ ഒരു നിഴലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയൊക്കെ. അത് നടപ്പിലാക്കാനുള്ളൊരു പ്രായോഗിക സമീപനമാണ് കാറൽ മാർക്സൊക്കെ സ്വീകരിച്ചത്. അപ്പോഴെനിക്കൊരു സത്യം മനസ്സിലായി, എല്ലാത്തിൻ്റെയും നിഴലാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം. ആ നിഴലിൻ്റെ എല്ലാം പൊരുൾ യേശുക്രിസ്തുവിലാണ്. പാപത്തെക്കുറിച്ച് ഹിന്ദുമത ഗ്രന്ഥങ്ങൾ ഒത്തിരി സംസാരിക്കുന്നുണ്ട്. എന്നാൽ പാപമില്ലാത്ത ഒരു ജീവിതം ഹിന്ദുമത ഗ്രന്ഥങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്നാൽ പാപമില്ലാത്തൊരു ജീവിതത്തെ അന്വേഷിച്ച് നമ്മൾ പോയാൽ കർത്താവായ യേശുക്രിസ്തുവിലായിരിക്കും നമ്മൾ എത്തിച്ചേരുക. കർത്താവ് പറയുന്ന ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ആ കർത്താവിനെ കണ്ടെത്താനായിട്ട് എനിക്ക് ഇടയായി സഹോദരങ്ങളെ. എങ്ങനെയാണ് കർത്താവിനെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. മറ്റൊരിടത്ത് കർത്താവ് പറയുന്നു, എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, ഞാൻ ചിന്തിച്ചു കൂട്ടിയ വഴിയല്ല, പക്ഷേ എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. പിതാവായ ദൈവം എന്നെ കർത്താവിലേക്ക് ആകർഷിച്ചു. ഞാൻ ആ സമാധാനത്തിലേക്ക് എത്തിച്ചേർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ കർത്താവിനെ കണ്ടെത്തി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് ഒത്തിരി പ്രയാസങ്ങളുണ്ടാവും, ഒത്തിരി ആക്ഷേപങ്ങളുണ്ടാവും, പരിഹാസങ്ങളുണ്ടാവും, എതിർപ്പുകളുണ്ടാവും, പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. അതൊക്കെ എൻ്റെ നേരെ ഉണ്ടായി. പക്ഷേ ഒരിക്കലും അവരെന്നോട് വിശ്വാസം ഉപേക്ഷിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെന്ന് പലപ്പോഴും പറഞ്ഞേക്കുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നിരീശ്വരവാദികൾ മാത്രം ഉൾപ്പെടുന്നൊരു പ്രസ്ഥാനമല്ല. അല്ലെങ്കിൽ അതിനകത്ത് മെമ്പർഷിപ്പ് വേണമെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയണമെന്നൊന്നും അവരാവശ്യപ്പെടാറില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടാറില്ല. ഒറ്റ കാര്യത്തിൽ മാത്രമേ പാർട്ടി നിർബന്ധം പിടിക്കുന്നുള്ളൂ, വിശ്വാസം മറ്റുള്ളവനെ ചൂഷണം ചെയ്യാനായിട്ട് പ്രയോഗിക്കരുത്. അതങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെയും താല്പര്യം. പ്രിയമുള്ളവർ, അങ്ങനെ അവരെന്നെ പിന്തിരിപ്പിക്കാനായിട്ടൊക്കെ നോക്കി. ഞാൻ പിന്തിരിഞ്ഞില്ല, കർത്താവിൻ്റെ വഴിയെ പോയി. അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന ഔദ്യോഗികമായ എല്ലാ സ്ഥാനങ്ങളും ഞാൻ മാറ്റി. അവരെന്നോട് മാറാൻ പറഞ്ഞതല്ല, പക്ഷേ ശുശ്രൂഷയ്ക്ക് തടസ്സമാകുന്നുണ്ടപ്പോൾ ഞാനതെല്ലാം മാറ്റി. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അതൊരു വലിയ സ്ഫോടനത്തിലോട്ട് പോയി. ഞാൻ ഈ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ബന്ധുക്കളെല്ലാം എന്നോട് വളരെ വിഷമത്തോടെ ഇടപെടാനിടയായി. അപ്പനും അമ്മയും ഇല്ലായിരുന്ന അവനെ വളർത്തിയ ഞങ്ങളാണ്. അവൻ്റെ സൗകര്യയുടെയും കാര്യങ്ങളൊക്കെ നോക്കിയ ഞങ്ങളാണ്. എന്നിട്ട് അവനെ ഒരു വിശ്വാസം സ്വീകരിച്ച് ഞങ്ങളോടെല്ലാം നന്ദിയില്ലാതെ ഒരു പുതിയ മതത്തിലോട്ട് പോയി എന്നവർക്ക് പറയേണ്ടി വന്നു. അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അവിടെയൊന്നും പതറാതെ നിൽക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഞങ്ങൾ പിന്നീട് എൻ്റെ വിവാഹം വരികയാണ്. വിവാഹം വരുമ്പോൾ ഞാൻ ഒരു വിശ്വാസിയായ പെൺകുട്ടിയെ തന്നെ ജീവിത പങ്കാളിയായിട്ട് കണ്ടെത്തി. എൻ്റെ വൈഫിൻ്റെ പേര് മഞ്ജു എന്നാണ്. ഒരു വിശ്വാസിയായ സഹോദരിയാണ്. കർത്താവിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള ആൾ. പിന്നീട് ഞാൻ 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇന്ന് മോന് 21 വയസ്സായി, പോളിടെക്നിക്കിൽ പഠിക്കുന്നു. അവൻ വിശ്വാസിയാണ്. വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശ്വാസിയായിട്ട് നിൽക്കുന്നു. മോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോളും വിശ്വാസിയാണ്. ഞങ്ങളുടെ കുടുംബമായിട്ട് വിശ്വാസത്തിലായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഹിന്ദുക്കൾ മാത്രമുള്ള ഞങ്ങളുടെ പ്രദേശത്ത് ഒരാളിന് മാത്രമായിട്ട് ഞാനും നമ്മുടെ കോവളത്തുള്ള ധർമ്മം പാസ്റ്ററും ചേർന്ന് ആരംഭിച്ച ഒരു ഇടയോഗം, ബുധനാഴ്ച ആരംഭിച്ചൊരു ഇടയോഗം. ആ യോഗത്തിലേക്ക് കർത്താവ് പിന്നീട് ആൾക്കാരെ കൂട്ടിച്ചേർത്തു. ഇന്നിപ്പോൾ ഹിന്ദുക്കൾ മാത്രമുള്ള സുവിശേഷം അറിയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള പ്രദേശത്ത് 25-30 പേർ കൂടുന്നൊരു കൂട്ടായ്മയായിട്ട് നമ്മുടെ കൂട്ടായ്മ മാറി. ഞങ്ങളുടെ ഭവനത്തിനകത്ത് ആ കൂട്ടായ്മ എല്ലാ ആഴ്ചയിലും നടന്നു പോകുന്നു. പാവപ്പെട്ട സഹോദരങ്ങൾ കടന്നു വരുന്നു. അവരോട് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള ദൈവവേലക്കാർ വന്ന് അവരും അത് ഷെയർ ചെയ്യുന്നു. ആ സഹോദരങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ വളരെ സന്തോഷത്തോടെ പോകുന്നു. പ്രിയമുള്ളവരെ, ഇതിനിടയിൽ ദൈവത്തിൻ്റെ സജീവമായ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച സന്ദർഭങ്ങൾ ഒത്തിരിയുണ്ട്. എൻ്റെ വൈഫ് പ്രസവിച്ചിട്ട് നേരെ അങ്ങ് ICU യൂണിറ്റിലോട്ടാണ് കൊണ്ടുപോകുന്നത്. പ്രസവിച്ച കുഞ്ഞിൻ്റെ കിഡ്നിയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ട്. കിഡ്നിയിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ആ കുഞ്ഞ് രക്ഷപ്പെടത്തില്ല.
അതിനെ മരണമാണ് ഡോക്ടർമാർ വിധിച്ചത്. നേരെ അങ്ങ് ICU കൊണ്ടുവയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റൊമക്ക് വാഷ് ചെയ്യുന്നു. വേറെ ട്രീറ്റ്മെൻറ്റൊന്നുമില്ല. പ്രസവിച്ച അമ്മയ്ക്ക് ആ കുഞ്ഞിന് മുല കൊടുക്കാൻ കഴിയുന്നില്ല. അതിൻ്റെതായ വിഷമങ്ങളുണ്ട്. കുഞ്ഞിനെ ICU നിന്ന് പുറത്തെടുത്താൽ മരിച്ചു പോകും. ഞാൻ മറ്റൊരു ആശുപത്രിയിലേക്ക് അതിനെ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ ചോദിച്ചപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു വേണ്ട, ICU നിന്ന് പുറത്തെടുത്താൽ ഈ കുഞ്ഞ് മരിച്ചു പോകും. ആഴ്ചകളോളം ആ ICUയിൽ തന്നെ ആ കുഞ്ഞ് തുടർന്നു. ദൈവാസന്മാരെ കടന്നു വന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല, ഉറക്കമില്ല, കണ്ണുനീര് തോരാത്ത അവസ്ഥ. പ്രസവം കഴിഞ്ഞ ഫയരിയാണെങ്കിൽ ആഹാരമൊന്നും കഴിക്കാതെ വളരെ ക്ഷീണിച്ച അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ദിവസം രാത്രിയിൽ കുഞ്ഞ് ICUയിലാണ്, എൻ്റെ വൈഫ് വാർഡിലാണ്. ഞാൻ പുറത്തൊരു മരത്തിൻ്റെ മൂട്ടിൽ നിൽക്കുകയാണ്. ആ മരത്തിൻ്റെ മൂട്ടിൽ നിന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, വാക്കുകളൊന്നും പുറത്തു വരുന്നില്ല, കണ്ണീരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, തട്ടിത്തടവിയുള്ള കരച്ചിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. രാത്രി ആയതുകൊണ്ടും അടുത്തെങ്ങും ആരുമില്ലാത്തതുകൊണ്ടും എൻ്റെ കരച്ചിൽ ഉറച്ചായി. അതിനിടയിൽ ഞാൻ വൻ ശോധനാവേളയിൽ തീച്ചുളയിൽ നടുവിൽ ചാരത്തണഞ്ഞ് രക്ഷിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ടുള്ള പാട്ടൊക്കെ പാടുകയാണ്. ഉറച്ചു പാടാൻ പറ്റും, രാത്രിയാണ്, ആരും എന്നെ ശ്രദ്ധിക്കാനില്ല. പാടി പ്രാർത്ഥിച്ച് കുറേ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു തണുപ്പ്, ഒരു ശാന്തമായൊരനുഭവം. കർത്താവ് എൻ്റെ പ്രാർത്ഥന അംഗീകരിച്ചു എന്നെനിക്ക് തോന്നി. ഞാൻ നേരെ ICU ചെന്ന് ഡോക്ടർമാരെ വിളിച്ച് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ പുറത്തിറക്കണം, എന്ത് വന്നാലും ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം, ഞാനിവിടെ എഴുതി വയ്ക്കാം സാറേ, പുറത്ത് കൊണ്ടുവരണം, ആ കുഞ്ഞിനൊന്നും സംഭവിക്കത്തില്ല. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്നൊക്കെ ഞാൻ രാത്രിയിൽ ഒരു 12-1 മണിയാവും. അപ്പോൾ അവർക്ക് തോന്നി ഞാൻ ഉറക്കം ഒഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് പിച്ചും ഭ്രാന്തുമൊക്കെ പറയുന്നതാണെന്ന് ഡോക്ടേഴ്സിന് തോന്നി. ഒത്തിരി എന്നെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി. ഞാൻ പറയില്ല, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യം കൊടുത്തു, നിങ്ങൾ പുറത്തിറക്കിയാൽ മതി, റിസ്ക് എല്ലാം ഞാൻ ഏറ്റെടുത്തു, എന്ത് വേണമെങ്കിലും എഴുതി വയ്ക്കാം. അവർ പ്രൊഫസറെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരിക, ICU നിന്ന് പുറത്ത് കൊണ്ടുവരിക, അമ്മയുടെ അടുത്ത് കൊണ്ട് കിടത്തുക, ഒരാഴ്ച ആ കുഞ്ഞിനെ നിരീക്ഷിക്കുക, കുഞ്ഞിൻ്റെ വയറിൽ നീല വരകൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഒരാഴ്ച വാർഡിൽ കിടത്തി, നീല വരകളൊന്നും വന്നില്ല. പിന്നീട് ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ കൊണ്ടുചെല്ലണമായിരുന്നു, പിന്നീട് 1 മാസം കൂടുമ്പോൾ കൊണ്ടുചെല്ലണമായിരുന്നു, പിന്നീട് 6 മാസം കൂടുമ്പോൾ കൊണ്ടുചെല്ലണമായിരുന്നു. ഇപ്പോൾ മോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വലിയ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ആയിരിക്കുന്നു. അങ്ങനെ ഒരു അത്ഭുതം. പിന്നീട് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന പലരുമൊക്കെ മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ പ്രാപിച്ചു വന്ന അനുഭവങ്ങളുണ്ട്. ഒത്തിരി ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഞങ്ങളുടെ മധ്യത്ത് ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒത്തിരി വീര്യ പ്രവൃത്തികൾ ഞങ്ങളുടെ ആ ചെറിയ കൂട്ടായ്മയ്ക്കകത്ത് നടന്നിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പാപമില്ലാത്ത ഒരു ജീവിതം നയിക്കുക, അതിനെക്കുറിച്ചായിരുന്നു എപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്തുള്ളൊരു വാഞ്ച എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തൊരു ജീവിതം. എനിക്കൊന്നറിയാം, കർത്താവ് വന്നത് ആർക്കും സൗഖ്യം കൊടുക്കുക, അതെല്ലാം ഫ്രീ ആണ്. ആർക്കും വലിയ വീട് കൊടുക്കാനോ, ആർക്കും വലിയ ആരോഗ്യം കൊടുക്കാനോ, ആർക്കും സമ്പത്ത് കൊടുക്കാനോ ഒന്നുമല്ല കർത്താവ് വന്നത്. ഇതൊന്നും നമ്മൾ കർത്താവിനോട് ആവശ്യപ്പെടേണ്ട കാര്യമേ ഇല്ല. നമ്മളൊരു കാര്യം ചെയ്താൽ മതി, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കുന്ന ഒരു മനുഷ്യനെ, ദൈവത്തിനെ ഫോളോ ചെയ്യുന്നൊരു മനുഷ്യനെ പോറ്റിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം കർത്താവിനുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മളൊരിക്കലും ഭാരപ്പെടേണ്ടതില്ല. എന്ത് തിന്നുവെന്നോ, എന്ത് കുടിക്കുമെന്നോ, എന്ത് ഉടുക്കുമെന്നോ ഒന്നും നമ്മൾ ഭാരപ്പെടേണ്ട. നാളത്തെ ദിവസത്തെ ചൊല്ലിപ്പോലും നമ്മൾ വിചാരപ്പെടേണ്ട. നമ്മൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ, ഞാൻ കർത്താവിനെയാണോ ഫോളോ ചെയ്യുന്നത്? കർത്താവിനെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് പോറ്റേണ്ട ഉത്തരവാദിത്വം കർത്താവിനുള്ളതാണ്. ദൈവവൈതലേ, നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, ദൈവത്തിനെ ഫോളോ ചെയ്യുക. എന്തിനാണ് ദൈവത്തിനെ ഫോളോ ചെയ്യുന്നത്? യേശു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ, യേശു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതിനാൽ അവൻ യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എന്നെ ഭാരപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും സൗഖ്യം പ്രാപിക്കും, നന്മ പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കും, പക്ഷെ പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കത്തില്ല. പാപത്തിൽ തന്നെ തുടരുകയാണ് മനുഷ്യൻ. ചോദിച്ചാൽ വലിയ സാക്ഷ്യങ്ങൾ പറയും. എന്നെ രോഗത്തിൽ നിന്ന് വിടുവിച്ചു, കടഭാരത്തിൽ നിന്ന് വിടുവിച്ചു, ഇല്ലായ്മകളിൽ നിന്ന് വിടുവിച്ചു, എന്നെ വിശാലത വരുത്തി, എൻ്റെ അതിര് വിശാലമാക്കി എന്നൊക്കെ പറയും. പക്ഷേ പാപത്തിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ടുവോ? ഇല്ല. പാപങ്ങളിൽ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അതൊരു പരാജയത്തിൻ്റെ സാക്ഷ്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഈ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോകേണ്ട. പാപമില്ലാത്തൊരു ജീവിതം ഭൂമിയിൽ നയിച്ച്, ഒരു വിശുദ്ധ ജീവിതം നയിച്ച്, വിശുദ്ധന്മാരോട് സഹവസിച്ച് നിത്യതയിൽ കർത്താവിനോട് ചേരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാൻ എന്നെ തന്നെ പരിശോധിച്ചു. കർത്താവേ, ഇത്രയൊക്കെ ആണെങ്കിലും
എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ. പലപ്പോഴും റോമാലേഖനം 6, 7, 8 അധ്യായങ്ങളിലൊക്കെ പറയുന്ന പോലെ ആത്മാവും എൻ്റെ ജഡവും തമ്മിലുള്ളൊരു പോരാട്ടമുണ്ടല്ലോ കർത്താവേ. പലപ്പോഴും ഞാൻ വീണു പോകുന്നല്ലോ കർത്താവേ. വലിയ കാര്യങ്ങളിലൊന്നും അല്ലെങ്കിലും ചെറിയ കാര്യങ്ങളിലൊക്കെ വീണു പോകുന്നല്ലോ കർത്താവേ. അങ്ങ് ജീവിച്ച പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. ഇത് ഞാനിങ്ങനെ കരയുമായിരുന്നു. ഞാൻ കർത്താവിനോടൊരു കർത്താവ്, എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം. ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് ആവശ്യമുള്ളത് ഒച്ചപ്പാടുണ്ടാക്കാനോ ബഹളമുണ്ടാക്കാനോ ആർക്കും മനസ്സിലാകാത്ത അന്യഭാഷയ്ക്ക് ഞാൻ എതിരല്ല, അന്യഭാഷ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആർക്കും മനസ്സിലാകാത്ത അന്യഭാഷ പറഞ്ഞ് ഞെട്ടിക്കാനോ ഒന്നുമല്ല കർത്താവേ. പാപമില്ലാത്തൊരു ജീവിതം, പാപത്തിൽ വീണു പോകാത്തൊരു ജീവിതം നയിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ബലം തരണം കർത്താവേ. പരിശുദ്ധാത്മാവിനെ തരണം കർത്താവേ. പ്രിയമുള്ളവരെ, ദൈവം ഞാനൊരു എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകളിലും എല്ലാ തരത്തിലുള്ള ദുർമാർഗങ്ങളിലും ജീവിച്ച ഒരാളാണ്. എന്നാൽ അവിടെ നിന്നെല്ലാം തിരിഞ്ഞു വന്ന് കർത്താവിൻ്റെ വചനങ്ങളിൽ സന്തോഷിച്ച് അവൻ്റെ വഴിയിൽ നടക്കുവാനായിട്ട് കർത്താവ് എന്നെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. ആ വഴി നടക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റേത് വഴി സഞ്ചരിക്കുന്നതിനേക്കാളും സന്തോഷമുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ കർത്താവിലേക്ക് കടന്നു വരിക. ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നപ്പോൾ വിളിക്കുന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, പ്രിയപ്പെട്ടവരെ: നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. അതുകൊണ്ട് പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ, ആരെന്നെ സഹായിക്കുമെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം ഇങ്ങനെയേ പോകത്തുള്ളൂ എന്ന് നിങ്ങൾ ഉറയ്ക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, കടന്നു വരിക. കർത്താവ് നിങ്ങളെ സഹായിക്കും. നഷ്ടപ്പെടുവാൻ പാപത്തിൻ്റെ ചങ്ങലകളും ബന്ധനങ്ങളും മാത്രമാണ്. കിട്ടാനുള്ളത് പുതിയൊരു ലോകമാണ്. യേശുക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു ലോകം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്ന് യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങളാകുന്ന തിരുവേദനത്തിലെ സത്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ആ സത്യങ്ങൾ നമ്മളെ സ്വതന്ത്രരാക്കിയാൽ, പ്രിയമുള്ളവർ, നമ്മൾ പുതിയൊരു ലോകത്താണ്. ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ്. ആ ജീവിതമാണ് ഭൂമിയിലെ ഏറ്റവും സന്തോഷകരമായ ജീവിതം. എൻ്റെ ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ, എൻ്റെ ഈ ചെറിയ സാക്ഷ്യത്തെ ഇവിടെ നിർത്തുകയാണ്. ഈ ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവസരം തന്ന പ്രിയ അനീഷ് പാസ്റ്റർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.